മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗം കഴിഞ്ഞ് എല്ലാ ബുധനാഴ്ചയും നടത്തുന്ന പത്രസമ്മേളനം ഫാക്ട് ചെക്കിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണെന്ന് നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഇന്ന് മുഖ്യമന്ത്രി MDMA കേസിൽ പിടിക്കപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവുമായി തനിക്കുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞത് കളവാണ് എന്ന് തെളിയിക്കുന്ന വീഡിയോകളും ഫോട്ടോകളും ഇപ്പോൾ തന്നെ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് MDMA കേസ് പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് മർദ്ദനമേറ്റതിന് ശേഷമാണ് എനിക്ക് പരിചയമെന്നുള്ളതാണ്. ഒന്ന്, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മർദ്ദനമേറ്റിട്ടില്ല എന്നുള്ള ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നു. അതെന്തും ആയിക്കൊള്ളട്ടെ. എന്നാൽ ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് MDMA കേസിലെ പ്രതിയുടെ ഇൻസ്റ്റാഗ്രാമിലും മറ്റും നേരത്തെ തന്നെ അന്നത്തെ പ്രതിപക്ഷ നേതാവായ VD സതീശനുമായി അടുപ്പം ബന്ധം ഉള്ള വീഡിയോകളും ഫോട്ടോകളും പുറത്തു വരുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കളവ് പറയേണ്ട പ്രശ്നം വരുന്നത്? അദ്ദേഹം ഒരു മുൻകൂർ ജാമ്യം എന്നുള്ള നിലയിൽ ഇന്ന് പറഞ്ഞിരിക്കുകയാണ്, എന്നെ 3-4 തവണ ഇങ്ങോട്ടും ഞാൻ അങ്ങോട്ടും വിളിച്ചു എന്നുള്ളത്. അപ്പോൾ തുടർച്ചയായി MDMA കേസിലെ പ്രതിയായ യൂത്ത് കോൺഗ്രസ് നേതാവുമായി ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നുള്ളത് സ്ഥാപിക്കുന്നതാണ് ഇപ്പം മുഖ്യമന്ത്രിയുടെ തന്നെ പത്രസമ്മേളനം. അപ്പോൾ ഗൗരവമുള്ള വിഷയമായി ഇത് നമ്മൾ കാണേണ്ടതുണ്ട്. ഇങ്ങനെ MDMA സംഘവുമായി ആർക്കൊക്കെയാണ് ബന്ധം? മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ടവരായി നടക്കുന്ന ആരെങ്കിലും ഈ സംഘവുമായി ബന്ധമുണ്ടോ എന്നുള്ളതൊക്കെ തൂഫാനുമായി മുന്നോട്ട് പോകുന്ന ആഭ്യന്തര വകുപ്പ് മന്ത്രി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. കാസർഗോഡ് MDMA കേസിൽ പിടിക്കപ്പെട്ട വ്യക്തിക്ക് ജാമ്യം നിന്നത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരാണെന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അപ്പൊ തൂഫാൻ അന്വേഷണം കോൺഗ്രസുകാർക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ടോ? കോൺഗ്രസും യൂത്ത് കോൺഗ്രസും കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ബന്ധമുള്ളവരുമായിട്ടുള്ള പ്രതികൾക്ക് പ്രത്യേക പ്രിവിലേജ് തൂഫാനിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറയണം. കോൺഗ്രസിലെ നേതാക്കന്മാർ ഈ MDMA സംഘവുമായി ബന്ധമുള്ളവർ ഉണ്ടെങ്കിൽ അവരിലേക്ക് അന്വേഷണം പോകുമോ ഇല്ലയോ? ഇതാണ് അറിയേണ്ടത്. ഞങ്ങൾ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട തൂഫാനല്ല ഏത് പദ്ധതിക്കും അനുകൂലമാണെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ നിലയിലുള്ള സഹകരണവും ഞങ്ങളുടെ ഭാഗത്തുണ്ടാകും. കഴിഞ്ഞ 10 കൊല്ലം ഡി ഹണ്ട് എന്ന പേരിൽ മയക്കുമരുന്നിന്റെ വലിയ നിലയിലേക്കുള്ള പ്രവർത്തനം കേരള സർക്കാർ നടത്തിയിരുന്നു. ഒരുപാട് കേസുകൾ അതിന്റെ ഭാഗമായി എടുത്തിരുന്നു. നിയമസഭയിൽ കഴിഞ്ഞ 10 കൊല്ലം ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും സർക്കാർ ചെയ്തില്ല എന്ന അനാവശ്യ പ്രചരണം തൂഫാന്റെ പ്രവർത്തനത്തിന്റെ ഐക്യത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ അതുണ്ടാകില്ല, നമ്മളെല്ലാവരും ചേർന്ന് നിൽക്കണമെന്നാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രി പറഞ്ഞത്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ചേർന്ന് നിന്നുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും തൂഫാന്റെ പ്രവർത്തനമായിട്ട് സഹകരിക്കുന്നത്. എന്നാൽ തൂഫാനിൽ MDMA കേസുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ബന്ധമുള്ളവരുമുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ടെങ്കിൽ തൂഫാനായി പോകും എന്ന കാര്യത്തിൽ ഒരു സംശയം ഇല്ല. അതുകൊണ്ട് അടിയന്തരമായി ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇക്കാര്യത്തിൽ നയം വ്യക്തമാക്കണം. ഈ കാസർകോട്ട് കോൺഗ്രസ് നേതാക്കന്മാർ ഒപ്പിട്ട് കൊടുത്ത് ജാമ്യത്തിലിറക്കിയതിനെ കുറിച്ചും അവർക്ക് ഈ MDMA കേസ് പ്രതിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചും മുഖ്യമന്ത്രി ഇപ്പോൾ MDMA കേസിലെ ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ വെളിപ്പെടുത്തലുകളും ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.